സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ഒരു കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ രാധികയുടെ കാലിൽ നിന്ന് അന്ന് നഷ്ടമായ ആ കൊലുസുണ്ടല്ലോ, അത് വെച്ച് രാധികയെ കണ്ടുപിടിക്കാൻ തീരുമാനിക്കുവാണ്. അതിനായിട്ട് ഓരോരോ കടകളിലും കയറി ഇറങ്ങി ഈ പാദസരം ഇവിടെ നിന്ന് മേടിച്ചതാണോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ രാധികയും ഒരു സ്വർണ്ണക്കടയിലെത്തുവാണ്. അങ്ങനെ രാധികയുടെ കയ്യിലുള്ള ഒരു വെള്ളി പാദസരം ഉണ്ടല്ലോ, അത് കൊടുത്തിട്ട് പുതിയൊരു പാദസരമോ മറ്റോ വാങ്ങുവാണ് രാധിക. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി രാധിക അതിൻ്റെ തൊട്ടടുത്തുള്ള കടയിലേക്ക് കയറുവാണ് കേട്ടോ. ഈ സമയം വരുൺ രാധിക കയറിയ അതേ സ്വർണ്ണക്കടയിലെത്തുവാണ്. അങ്ങനെ ആ ഒരു പാദസരം വരുൺ അവിടുത്തെ കടക്കാരനെ കാണിക്കുക. ചേട്ടാ, ഈ പാദസരം ഈ കടയിൽ നിന്ന് വാങ്ങിയതാണോ? അന്നേരം ആ കടക്കാരൻ അത് നോക്കിയിട്ട് പറയണേ, ഇപ്പോൾ ഒരു പെൺകുട്ടി ഇതിൻ്റെ നഷ്ടപ്പെട്ടു പോയ മറ്റൊരു പാദസരം ഇവിടെ കൊണ്ടുവന്ന് പകരം പുതിയത് മാറ്റി വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ വരുൺ ഒത്തിരി സന്തോഷമാണ്. ചേട്ടാ, ഞാൻ ആ കുട്ടിയെ അന്വേഷിച്ചാണ് വന്നത്. ആ കുട്ടിത ഇപ്പോൾ കുറച്ച് മുമ്പ് സാധനം വാങ്ങി പുറത്തേക്ക് പോയതേ ഉള്ളൂ. ആണോ ചേട്ടാ? താങ്ക് യു. അങ്ങനെ പറഞ്ഞ് വരുൺ കടയുടെ പുറത്ത് കാണുന്ന ഓരോരുത്തരുമായിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയം രാധിക കയറിയ കടയുടെ തൊട്ട് പുറത്ത് തന്നെ വരുൺ നിന്ന് ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും കേട്ടോ. ഈ സമയം പുറത്തേക്ക് ഇറങ്ങുന്ന രാധിക വരുണിനെ കണ്ട് ഞെട്ടിപ്പോകുവാണ്. അങ്ങനെ വരുണിൻ്റെ കണ്ണിപ്പെടാതെ തൊട്ടടുത്തിരിക്കുന്ന കാറിൻ്റെ മറവിൽ വന്ന് മറിഞ്ഞു നിൽക്കുവാണ്. രാധിക മറിഞ്ഞു നിൽക്കുന്ന ഈ കാറ് വരുണിൻ്റെ കാറ് തന്നെയായിരിക്കും കേട്ടോ. ഈ സമയം വരുണാണെങ്കിൽ അവിടെയുള്ള ഓരോരുത്തരുമായിട്ട് അന്വേഷിച്ച് നടക്കുന്നത് തന്നെ തന്നെയാണെന്ന് രാധികക്ക് മനസ്സിലാകുവാണ്. അതൊക്കെ കാണുമ്പോൾ രാധികക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നുവാണ്. പിന്നീട് വരുൺ തിരികെ കാറിൻ്റെ അടിയിലേക്ക് എത്തുക. എന്നിട്ട് ആ പാദസരത്തിൽ നോക്കിയിട്ട് പറയണേ, തൻ്റെ കാലുകളെ പൊതിഞ്ഞിരുന്ന ഈ പാദസരം ഇനി എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്താണെങ്കിലും താൻ എൻ്റെ അരികിൽ തന്നെ എവിടെയോ ഉണ്ട്, ഉറപ്പായും തന്നെ ഞാൻ കണ്ടെത്തിയിരിക്കും. അങ്ങനെ പറഞ്ഞ വരുൺ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അശ്വതിയും കൂടി സംസാരിക്കുന്നതാണ്. ശ്യാമ ചോദിക്കണേ, എന്തായി വിനയ മഠത്തിൻ്റെ നമ്പർ കിട്ടിയോ? നമ്പർ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ മോളും ഇപ്പോൾ ഒരു മറയുടെ അപ്പുറവും ഇപ്പുറവുമാ. എത്രയും പെട്ടെന്ന് തന്നെ എനിക്കെൻ്റെ മോളെ കണ്ടെത്തണം. വിനയ മാഡത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഉടനെ തന്നെ അവിടേക്ക് പോകാം. പിന്നീട് അശ്വതി സംഘടിപ്പിച്ചെടുത്ത വിനയ മാമിൻ്റെ നമ്പർ ശ്യാമക്ക് കൊടുക്കുവാണ്. അങ്ങനെ ശ്യാമ ആ നമ്പറിലേക്ക് വിളിക്കുവാണ് കേട്ടോ. ഈ സമയം ശ്യാമയുടെ കോൾ എടുത്ത് സംസാരിക്കാൻ തുടങ്ങുന്ന വിനയ മാമിനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.